जो ताकत है वो किसी और चीज में नहीं मिलेगी। ये ताकत इंशाअल्लाह आपको हासिल है और हासिल रहेगी। അള്ളാഹുവിനാകുന്നു സകലത്തര സ്തുതികളും. അള്ളാഹുവിന്റെ കാരുണ്യ കടാക്ഷങ്ങൾ വിശുദ്ധ ദൂതരുടെ മേൽ, പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ വർഷിക്കപ്പെടുമാറാകട്ടെ. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെയേറെ അനുഗ്രഹീതമായിട്ടുള്ള ഈ സന്ദർഭത്തിൽ ഇതുപോലുള്ളൊരു പവിത്രമായ സദസ്സിൽ എത്തിച്ചേരാൻ സാധിച്ചതിൽ എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. ഇവിടെ വന്നപ്പോൾ വളരെ വലിയൊരു സദസ്സാണ് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ജാമിയ സ്ഥാപനം അതിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ അറിവിനെ സ്നേഹിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ജനക്കൂട്ടം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, ഇവിടെ നിന്ന് ബിരുദം വാങ്ങി യുവ പണ്ഡിതരുടെ ഒരു നിര പുറത്തിറങ്ങുന്നുവെന്നതിന്റെ സന്തോഷവും കൂടി ഇന്നത്തെ ഈ ദിവസത്തിനുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഈ യുവ പണ്ഡിതന്മാർക്ക് ആദ്യമേ ഞാൻ എല്ലാവിധ ശുഭാശംസകളും അർപ്പിച്ചുകൊള്ളട്ടെ. അറിവിനേക്കാൾ വലിയ ഒരു അധികാരമില്ല. അറിവാണ് അധികാരം. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കുവാനും ധാർമ്മികമായ വിജ്ഞാനം കരസ്ഥമാക്കുവാനും യഥാർത്ഥമായ അറിവിനെ സാക്ഷാത്കരിക്കുവാനും ആര് ശ്രമിക്കുന്നുവോ അവരുടെ കയ്യിലാണ് ആധിപത്യവും അധികാര ശക്തിയും കൈവരിക. ഭൗതികമായ ഏത് അധികാരത്തെയും തോൽപ്പിക്കുന്നതാണ് അറിവിനുള്ള അധികാരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതാണ്. अल्लाह ताला ने फरमाया है, वाक़सिमू बिहब्लिल्लाहि जमीअन वला तफ़र्रक़ू। ये किन लोगों से फरमाया है? वो लोग जो ईमान ले आए हैं और ईमान पर कायम रहना चाहते हैं, उनके लिए फरमाया है। और इसलिए फरमाया है कि इंसान का मिजाज अपनी राय पर जमने का होता है और राय पर जमने की वजह से दूसरे की राय को नज़रअंदाज कर देता है। इसलिए आपस में टकराव पैदा हो जाता है और आपस में इख्तिलाफ पैदा हो जाता है। इंसान की ये कमजोरी है। तो अल्लाह ताला तो इंसान की हर चीज़ खूब जानता है, उसी ने पैदा किया है। वही जानता है कि ये कमजोरी इन लोगों में पेश आ सकती है जो ईमान लाए हैं। इसलिए बाकायदा इसका हुक्म दिया कि ईमान अल्लाह की रस्सी को मजबूत पकड़ो और इधर उधर मुतफर्रिक न हो। और अल्हम्दुलिल्लाह इसका असर है कि मुसलमान कलमे के ऊपर मुत्तफिक है। दुनिया में कहीं पर रहते हो वो एक दूसरे के भाई है, कलमे के भाई है। വിശുദ്ധ ഖുർആന്റെ വളരെ പ്രസിദ്ധമായ പ്രസ്താവനയാണ് വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു. അല്ലാഹുവിന്റെ പാശത്തെ ഒന്നിച്ച് മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിക്കരുത്. ഇത് വിശ്വാസികളോട് ഖുർആൻ നടത്തിയിട്ടുള്ള ആഹ്വാനമാണ്. ഈമാൻ സ്വീകരിക്കുന്ന വിശ്വാസികൾക്കിടയിൽ എന്ന് മാത്രമല്ല മനുഷ്യർക്കാർക്കിടയിലും അഭിപ്രായാന്തരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനുഷ്യൻ ചിന്തിക്കുകയും മനുഷ്യൻ അറിവ് നേടുകയും ചെയ്യുമ്പോൾ അഭിപ്രായങ്ങൾ ഉണ്ടായിത്തീരും. അഭിപ്രായങ്ങൾ വർദ്ധിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിത്തീരും. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നത് മനുഷ്യന്റെ ഒരു ദൗർബല്യമാണ്. മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിന് അവന്റെ പ്രത്യേകതകളും അവന്റെ ദൗർബല്യങ്ങളെ കുറിച്ചും സൂക്ഷ്മജ്ഞാനമാണ് അഭിപ്രായാന്തരങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളെയും കുറിച്ച് അള്ളാഹു തന്നെ മനുഷ്യരെ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരുന്നാലും മുസ്ലിം സമൂഹം ഒന്നിച്ചു നിൽക്കേണ്ടതാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും സൗഭാഗ്യത്തിന്റെ ലക്ഷണം എന്ന് പറയട്ടെ, കലിമത്തു തൗഹീദിന്റെ പേരിൽ ലോകത്ത് മുസ്ലിം സമൂഹം ഒന്നിച്ചു നിൽക്കുകയാണ്. കലിമത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള മുസ്ലിം സമുദായം ആ അടിസ്ഥാനപരമായ തത്വത്തിൽ ഏകോപിക്കുകയും അതിന്റെ പേരിൽ യോജിച്ചു നിൽക്കുകയും ചെയ്യുന്നുവെന്നത് വളരെ ശുഭോദർക്കമായിട്ടുള്ള വസ്തുതയാണ്. अल्लाह ताला ने हमको जो दीन अता फरमाया है वो दीन अपनी बड़ी खसूसियात का हामिल है और मज़ाहिब में वो खसूसियात आपको नहीं मिलेंगी जो अल्लाह ताला ने हमको इस तौहीद वाले दीन में अता फरमाई है। वो खसूसियात क्या है? वो खसूसियात ये है कि अल्लाह ताला ने पूरी ज़िंदगी के मुतालिक हमको हुक्म दिया है कि